എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനമാണ്. ഭൂമിയെ രക്ഷിക്കാൻ നാം ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനാണ് ഈ ദിനം ആചരിക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, വനങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, സമുദ്രങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇന്ന് ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന 10 ലളിതമായ കാര്യങ്ങൾ നോക്കാം. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായ കാര്യങ്ങളാണ്. ആദ്യത്തേത്, ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കുക. മരങ്ങൾ ഓക്സിജൻ നൽകുകയും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരു മരമെങ്കിലും നടാൻ ശ്രമിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കി തുണിസഞ്ചിയും പുനരുപയോഗിക്കാവുന്ന കുപ്പികളും ഉപയോഗിക്കുക. അടുത്തതായി നാം ഏവരും കേട്ടിട്ടുള്ള കാര്യമാണ് സേവ് ദ വാട്ടർ. വെള്ളം പാഴാക്കരുത്. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലേ. പല്ല് തേക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ആവശ്യമില്ലാത്തപ്പോൾ ടാപ്പ് തുറന്നിടരുത്. ഇനി നാലാമത്തേത്, വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുക. ഉപയോഗമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും ഓഫ് ചെയ്യുക. LED ബൾബുകളും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് മാലിന്യം വേർതിരിക്കുക എന്നുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും വേർതിരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി വന്യജീവികളെ കുറിച്ചാണെങ്കിലോ, വൈൽഡ് ലൈഫ് കൺസർവേഷനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വന്യജീവികളെ സംരക്ഷിക്കുക. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാതിരിക്കുകയും അവയെ വേട്ടയാടുന്നത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്യുക. ഇനി ഏഴാമത്തെ കാര്യം, പൊതുഗതാഗതം ഉപയോഗിക്കുക. അതായത് പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കഴിയുന്നിടത്തോളം ബസ്സോ ട്രെയിനോ ഉപയോഗിക്കുന്നത് വായുമലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും. ഇനി എട്ടാമത്തേത്, ഭക്ഷണം പാഴാക്കരുത്. ഒരുപക്ഷെ നമുക്ക് ഭക്ഷണം അത്ര ആവശ്യമുണ്ടാവില്ല, എന്നാലും എക്സ്ട്രാ ഓർഡർ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുമല്ലേ. എന്നിട്ട് പകുതി വേസ്റ്റാക്കി കളയുകയും ചെയ്യും. ആവശ്യത്തിന് മാത്രം വാങ്ങുകയും കഴിക്കുകയും ചെയ്യുക. ഭക്ഷണം പാഴാക്കുന്നത് പ്രകൃതി വിഭവങ്ങളുടെ പാഴാക്കലും കൂടിയാണ്. ഇനി ഒൻപതാമത്തേത്, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ദൈനംദിന ലൈഫിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പുനരുപയോഗിക്കാവുന്നതും പ്രകൃതിക്ക് ദോഷം കുറവുള്ളതുമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇനി 10ാമത്തെ കാര്യം, നമ്മൾ ബോധവാന്മാരാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ബോധവൽക്കരിക്കുക. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അറിവ് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും കുട്ടികളുമായും പങ്കുവയ്ക്കുക. ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ ചെറിയ ശീലവും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. ഈ ലോക പ്രകൃതി സംരക്ഷണ ദിനത്തിൽ നമുക്കെല്ലാവർക്കും പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.